ഇന്നലെ തന്നെ നമ്മൾ കണ്ടു പോലീസ് ലാത്തി ചാർജ്, ജലപീരങ്കി പ്രയോഗങ്ങളൊക്കെ നടത്തുന്നത്. അപ്പോൾ വരും ദിവസങ്ങളിൽ ഇന്നലെ ഞങ്ങൾ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ഞങ്ങളുടെ പ്രതിഷേധ പ്രകടനങ്ങളും അതുപോലെ തന്നെ ഇതിനെതിരെയുള്ള പ്രതിഷേധ സമരങ്ങളും ഒക്കെ നടത്തി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ കേരളം ഉടനീളം വരും ദിവസങ്ങളിൽ അതിശക്തമായ സമരപരിപാടികൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ ആ സമരം ഒരിക്കലും അത് ബസ് കത്തിക്കുന്നോ പൊതുമുതൽ നശിപ്പിക്കുന്നോ അതല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു വയലന്റ് സമരം, അങ്ങനെ ഒരു സമരമല്ല. മറിച്ച് ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ഈ കൊള്ളരുതായി, കാരണം ഇതിനപ്പുറം ഇനിയിപ്പോ കേരളത്തിൽ എന്താണെന്ന് കേൾക്കാനുള്ളത്, അതല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിനപ്പുറം എന്താണ് നമ്മൾ കേൾക്കാനുള്ളത്? എന്തിനാ ഒരു നാട്ടിൽ ക്രമസമാധാനത്തിന്റെ ചുമതലയുള്ള പോലീസ് ഉദ്യോഗസ്ഥനെ, അത് എന്താ പറഞ്ഞ ADGP ആണെങ്കിലും അല്ലെങ്കിൽ IG ആണെങ്കിലും എന്തിനു വേണ്ടിയാ ക്രമസമാധാന ഉള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരല്ലേ, ക്രമസമാധാനത്തിന്റെ ചുമതലയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കുന്നത്? മനുഷ്യർക്ക് അവന്റെ സ്വത്തിനും ജീവനും സംരക്ഷണം കൊടുക്കാൻ. ആ സംരക്ഷണം കൊടുക്കേണ്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർ തന്നെ, അല്ലെങ്കിൽ അതിന് നേതൃത്വം കൊടുത്തവർ തന്നെ ആളുകളെ തട്ടിക്കൊണ്ടു പോയിരിക്കുന്നു. അവനെ മയക്കുമരുന്ന് കൊടുത്ത് കൊലപ്പെടുത്തി എന്നുള്ള വിവരങ്ങൾ ഇത് ആരെങ്കിലും വഴിപോക്കര് പറയുന്നതാണോ? അല്ലല്ലോ. ഭരണഘടനയിൽ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത ഒരാള്, ഈ സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെന്റിന് പിന്തുണ കൊടുക്കുന്ന ഭരണകക്ഷിയിലെ ഒരാള് ഇത്രയും ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിട്ടും ആ ആരോപണങ്ങളെ കുറിച്ച് അന്വേഷണം നടക്കുന്നില്ല എന്ന ആ വലിയ ഗുരുതരമായ ഒരു കുറ്റകൃത്യം കൂടി നമ്മുടെ നാട്ടിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ മുഖ്യമന്ത്രി അടക്കമുള്ള ഈ മന്ത്രിസഭയിലെ മുഴുവൻ മന്ത്രിമാരും ചെയ്തിരിക്കുന്നത് സത്യപ്രതിജ്ഞയുടെ ലംഘനമാണ്. ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം കൊടുക്കണം എന്ന് ഭരണഘടനയിൽ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത ആളുകൾ, അവരാണ് പറയുന്നത് 2 കൊലപാതകങ്ങളുടെ കണക്ക്. ഇതിവിടെ മാത്രമല്ല. ഞാൻ ഈ പോലീസ് സേനയിലെ പുഴുക്കുത്തുകളെ കുറിച്ച്, ഞങ്ങളുടെ നാട്ടിലുണ്ടായ ഒരു സംഭവം, ഇടുക്കിയിലെ മുമ്പ് ഒരു പോലീസ് SP ആയിരുന്നു KB വേണുഗോപാൽ. ഇയാളുടെ കാലഘട്ടത്തിലാണ് നെടുങ്കണ്ടത്ത് രാജ്കുമാർ എന്ന് പറയുന്ന ഒരാളെ ഉരുട്ടിക്കൊണ്ടാനുള്ള കാരണം എന്താ? രാജ്കുമാർ ഒരു തട്ടിപ്പ് സംഘം നടത്തി 3-4 കോടി രൂപ അദ്ദേഹത്തിന്റെ കയ്യിലെത്തിയെന്നാണ്. അറിയത്തില്ല. അപ്പോ ഇദ്ദേഹത്തെ പിടിച്ച് നെടുങ്കണ്ടം പോലീസ് സ്റ്റേഷനിൽ അടച്ച് ഈ SP-യുടെ നിർദ്ദേശപ്രകാരം ഇവനെ 4-5 ദിവസം ഇട്ട് മർദ്ദിച്ചു. എന്താ മർദ്ദനത്തിന്റെ കാരണം? ഇയാളുടെ കയ്യിലുള്ള 4-5 കോടി അത് തട്ടിയെടുക്കുക എന്ന് പറഞ്ഞാൽ ട്രഷർ ഹണ്ട്, നിധിവേട്ട എന്ന് പറയുന്ന പോലെ. ഈ സാധു മരിച്ചുപോയി. ഇപ്പൊ 6-7 പോലീസ് ഉദ്യോഗസ്ഥന്മാർ, ഒരു സബ് ഇൻസ്പെക്ടർ അടക്കം അതിന് താഴോട്ടുള്ള 6-7 പോലീസ് ഉദ്യോഗസ്ഥന്മാർ കൊലപാതക കേസിൽ പ്രതികളായി അവർ കോടതി വരാന്തയിലൂടെ നിൽക്കുന്നു. KB വേണുഗോപാൽ ഇപ്പോഴും മിടുക്കനായിട്ട് നിൽക്കുന്നു. ഞാൻ പറഞ്ഞു വന്നത്, ഈ സംസ്ഥാനത്ത് ഇതുപോലെ മിടുക്കന്മാരായ പോലീസ് ഉദ്യോഗസ്ഥരെ മുഴുവൻ മാറ്റി നിർത്തിക്കൊണ്ട് ഈ പാർട്ടിക്ക് വേണ്ടി എറാൻ മൂളികളായി നിൽക്കുന്ന ശശിയുടെ ഉത്തരവ് മാത്രം പാലിക്കുന്ന കുറെ ആളുകളെ താക്കോൽ സ്ഥാനത്ത് നിർത്തിക്കൊണ്ട് ഇവിടെ നടക്കുന്നത്. ഞാൻ ദീർഘമായിട്ട് പോകുന്നില്ല. ഒരൊറ്റ കാര്യം കൂടി. കേരളത്തിന്റെ മുഖ്യമന്ത്രി യാത്ര ചെയ്ത വിമാനത്തിൽ 2 ചെറുപ്പക്കാർ മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധം എന്ന് പറഞ്ഞ് മുദ്രാവാക്യം വിളിച്ചുള്ളൂ. അവരൊരു ആയുധം എടുത്തില്ല. അവരുടെ കയ്യിൽ ഒരു ആയുധവും ഇല്ലായിരുന്നു. മുഖ്യമന്ത്രിയുടെ അടുത്ത് പോലും ചെന്നില്ല. അവർക്കെതിരെ പോലീസ് എടുത്ത കേസ് നിങ്ങൾക്കറിയോ? ഇതൊക്കെ ക്രമസമാധാന പരിപാലനത്തിന്റെ ഭാഗമല്ലേ? അവർക്കെതിരെ മുഖ്യമന്ത്രിയെ വധിക്കാൻ ശ്രമിച്ചു എന്ന പേരിൽ കേസെടുത്ത് 10-45 ദിവസക്കാലം ആ ചെറുപ്പക്കാര് അവർ ജയിലിൽ കഴിയേണ്ടി വന്നു. അവരെ ചവിട്ടി വീഴ്ത്തി അവരെ മർദ്ദിച്ച സഖാവ് EP ജയരാജനെതിരെ കേസില്ലാത്ത സ്ഥിതിവിശേഷം. പെരുമ്പാവൂര് വെച്ച് വാഹനത്തിന് നേരെ കറുത്ത EP ജയരാജന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നമ്മൾ കേരളം കണ്ടുകൊണ്ടിരിക്കുകയുമാണ്. വിനോദ ഇതെല്ലാം കാലത്തിന്റെ കാവ്യനീതിയാണ്. അതാണ് ശിവനൊപ്പം പാപി ചേർന്നാൽ ശിവനും പാപിയാകുമെന്ന് പറഞ്ഞത് ഈ EP ജയരാജന്റെ വിഷയത്തിലാണ്. നമുക്ക് വിഷയം മാറണ്ട. നമ്മൾ KDGP-യുടെ വിഷയത്തിലേക്ക് തന്നെ വരേണ്ടതുണ്ട്.